ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 91 ആമേൻ സംഗീതത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. സ്തോത്രം. രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ച് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് 7ാമത് വാക്യം മുതൽ നമുക്ക് വായിക്കാം. പക്കത്തിൽ 1000 പേരും വലതുപുറത്തിൽ 10000 പേരും വിழுந்தாലും അത് ഉന്നെ അണുകാതെ. നിന്റെ ഒരു വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10000 പേരും വീഴും, എന്നാലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഈ പ്രളയമുണ്ടായ സമയത്ത് തിരുവല്ലായിലും കോഴഞ്ചേരി ആ ഭാഗങ്ങളിലൊക്കെ ഞാൻ കടന്നു പോയപ്പോൾ ചില ദൈവമക്കൾ പറഞ്ഞത്, ഞങ്ങളുടെ ആ വീട്ടിൽ വെള്ളം കയറി പാസ്റ്റർ, ഈ വീടിനെയും മുക്കിക്കളഞ്ഞു, ഒരു വര വരച്ച പോലെ ആ വെള്ളം ഞങ്ങളുടെ കോമ്പൗണ്ടിനെ മുക്കാതെ ദൈവം കാത്തു എന്ന് ഒരാളല്ല പലരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു വശത്ത് 1000, വലതുവശത്ത് 10000 വീഴും, പക്ഷെ നമ്മളോട് അടുത്തു വരില്ല. ഹല്ലേലൂയ, സ്തോത്രം. കൊറോണ വന്ന സമയത്ത് ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ, ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെയും ജൂനിയേഴ്സിൻ്റെയും ജോലി പോയി, കൃപയാൽ ഞങ്ങളുടെ ജോലി ഇതുവരെയും നഷ്ടപ്പെട്ടിട്ടില്ല, ദൈവം നടത്തുന്നു, പാസ്റ്റർ പ്രാർത്ഥിക്കണം. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ വരെ സാലറി കട്ട് ചെയ്തു, ഞങ്ങളുടെ ജൂനിയേഴ്സിൻ്റെയും ശമ്പളം കുറച്ചു, പാസ്റ്ററെ ഇതുവരെയും ഞങ്ങളുടെ വെട്ടിക്കുറച്ചിട്ടില്ല, ദൈവം നടത്തുന്നു, പാസ്റ്റർ തുടർന്നും പ്രാർത്ഥിക്കണമേ എന്ന് ചിലരൊക്കെ ഈ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന പലരും ആ നാളുകളിൽ വിളിച്ചു പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ വാക്യം എൻ്റെ മനസ്സിലേക്ക് അപ്പോഴും വരും. നിന്റെ ഒരു വശത്ത് 1000 വലതുവശത്ത് 10000 വീഴും, നിന്നോടടുക്കില്ല. ആരോട്? ഉന്നതമാണവരിൻ മറവിൽ ഇരിക്കുന്നവനോട്. കരമേർത്തി ഹല്ലേലൂയ. ഇനി ഇതിലേറെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിലർ പറഞ്ഞ ഒരു കാര്യമാണ്, പാസ്റ്ററെ, കൊറോണ വന്നു, ഞങ്ങളുടെ ജോലി പോയി, ശമ്പളം ഒന്നുമില്ല, സ്തോത്രം, എല്ലാ വരുമാന മാർഗവും അടഞ്ഞു, എന്നാലും ഇതുവരേക്കും ഒന്നിനും കുറവില്ലാതെ ദൈവം നടത്തി. അതാണ് എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടത്. സ്തോത്രം. നിന്റെ ഒരു വശത്ത് 1000 വലതുവശത്ത് 10000 വീണേക്കാം, ഉന്നതമാണവരിൻ മറവിലിരിക്കുന്ന ഉനക്കൊരു കുറവില്ലാமல் കർത്തർ നടത്തും. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. ാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഒരു മുക്കുവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാ. മീൻ പിടിക്കുന്ന തൊഴിലാണ് അവർക്ക്. അപ്പൊ ഇദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാവിൻ അഭിഷേകം പ്രാപിച്ച് ബൈബിൾ കോളേജിൽ പിന്നീട് അധ്യാപകനായി. അങ്ങനെ ഞാൻ അവിടെ 2004 പഠിക്കുന്ന സമയം, അന്ന് എനിക്ക് 16 വയസ്സാണ്. അപ്പൊ ഈ ഡിസംബറിലെ ക്രിസ്തുമസിന്റെ വെക്കേഷൻ വരുമ്പോ എല്ലാവരും വീട്ടിൽ പോകുന്ന സമയം സാറും പോയി. അന്ന് സാറിന്റെ ഭാര്യ 7 മാസോ 8 അത്രയും ഒരു കണക്കാണ്, അത്രയും കണ്ട് മാസമായി, പ്രഗ്നന്റ് ആണ്. അപ്പൊ ഈ സുനാമി ഉണ്ടാകുന്ന ആ രാത്രിയില് ഇവരാ കുടിലിനകത്തുണ്ട്. ഈ കടല് സുനാമിയായി വരുന്നതിന് മുമ്പ് കര വിട്ട് ഉള്ളിലേക്ക് പോയിരുന്നു, കുറേ ദൂരം ഉൾവലിഞ്ഞു പോയിരുന്നു. ഇവര് മുക്കുവ കുടുംബത്തിലുള്ളവരായതുകൊണ്ട് ഈ കടൽ ഇങ്ങനെ പിൻവാങ്ങിയതും കാറ്റിന്റെ ദിശയ്ക്കൊക്കെ എന്തൊക്കെയോ ഒരു മാറ്റം പോലെ, ഇതെന്നതാണെന്നറിയാൻ ഈ സാറും തൻ്റെ ഭാര്യയും ജസ്റ്റ് വെളിയെ ഇറങ്ങി ചില മിനിറ്റുകൾ ഇങ്ങനെ നോക്കി നിന്നെന്നാ പറഞ്ഞ്. കുറെ മീച്ചു പോയപ്പോ ആ കടലിനോട് ചേർന്ന് കുടിലിൽ പാർത്ത സാറ് കണ്ണുനീരോടെ ഞങ്ങളെ പിറ്റേ സ്തോത്രം മാസം ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ക്ലാസ് എടുക്കുന്നതിന്റെ നടുവിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, സ്തോത്രം, ആ കടലിനോട് അടുത്ത് കിടന്നവരല്ലേ ഞങ്ങളെയും ആ രാക്ഷസ തിരമാലകൾ
മുക്കിക്കളയാമായിരുന്നല്ലോ. ആമേൻ. ദൈവത്തിന്റെ വലിയ ദയ കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വാക്യം എത്രയോ സത്യമാണ്. നിന്റെ ഒരു ഭാഗത്ത് 1000 പേരും വലതു ഭാഗത്ത് 10,000 പേരും വീണാലും ഉന്നതമാനവരിൻ മറവിൽ ഇരിക്കുന്നവനെ അവിടെ ഒരു വലയം പോലെ കാക്കാൻ എൻ്റെ കർത്താവ് വല്ലമയുള്ള ദൈവമാ. കരമുയർത്തി ഹല്ലേലൂയ, ആമേൻ. നമ്മൾ അതിന്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അടുത്ത പദം, உன் கண்களால் மாத்திரம் நீ அதை பார்த்து துன்மார்க்கனுக்கு வரும் பலனை காண்பாய். സ്തോത്രം. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലത്തെ നീ കാണും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 91-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലത്തെ നീ കാണും. സ്തോത്രം. ഒരുപാട് ഇടങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഈ ദുഷ്ടന്മാരായ മനുഷ്യർ ദൈവമക്കൾക്കെതിരെ ഉപദ്രവം ചെയ്ത അനേക അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവമക്കൾ ഇന്നുമുണ്ട്. ആ ദുഷ്ടന്മാരിൽ പലരുടെയും പേര് പോലും ഭൂമിയിൽ ഇല്ലാതെ ഛേദിക്കപ്പെട്ട് കഴിഞ്ഞു. ചേർന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെ 91-ാം സങ്കീർത്തനം വ്യക്തമായി പഠിപ്പിക്കുക, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതെ, സ്തോത്രം, അഗസ്റ്റിൻ ജപകുമാർ പാസ്റ്റർ പണ്ടൊരു മീറ്റിങ്ങിൽ പറഞ്ഞൊരു സാക്ഷ്യം. ദൈവമക്കളെ, പാളയംകോട്ട് ബസ് സ്റ്റാൻഡിൽ ഒരു ദൈവദാസൻ നിന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുക, ഒരു സാധുവായ ഒരു ദൈവദാസൻ. അപ്പൊ അന്നേരം 3 റൗഡികൾ, ഗുണ്ടകൾ വന്ന് ഈ ദൈവദാസനെ അടിച്ചു. അയാളെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. ഇത് ഞങ്ങളുടെ ഏരിയയാണ്, ഇവിടെ ഞങ്ങൾ ഇതൊന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവർ അട്ടഹസിച്ചു. ഈ കർത്തൃദാസനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടും ആ ജനം അത് നോക്കി നിന്നതല്ലാതെ ഉദവി ചെയ്യാൻ ആരും വന്നില്ല. അടിയും ചവിട്ടും കുത്തും കഴിഞ്ഞ് ഈ കർത്തൃദാസൻ, സ്തോത്രം, പകുതി ജീവനോടെ എഴുന്നേറ്റു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും, സ്തോത്രം, ഇവർ വലിച്ചെറിഞ്ഞ വചനമൊക്കെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് അദ്ദേഹം വേച്ച് 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 യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞ് ബസ് സ്റ്റാൻഡ് വിട്ട് വെളിയെ പോയി. അടിച്ചവന്മാര് ഞങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാരെന്ന അർത്ഥത്തിൽ നെഞ്ചു വിരിച്ച് ആ ബസ് സ്റ്റാൻഡിലൂടെ നടന്നു പോകുമ്പോൾ ദൈവമക്കളെ, ഒരു ബസ് നിയന്ത്രണം വിട്ട് ഈ അടിച്ചവരിൽ ഒരു ഗുണ്ടയുടെ പിൻപിൽ വന്നിടിച്ചു. ഒരു ബസ് സ്റ്റാൻഡിലേക്ക് കയറി വന്നു, കൺട്രോൾ തെറ്റി ഈ 3 പേരിങ്ങനെ നടന്നു പോകുമ്പോൾ അവരിൽ ഒരാളുടെ പിൻഭാഗത്ത് തട്ടി. സ്തോത്രം. ഈ ബസ് ഇടിച്ച ഉടനെ ഈ ഗുണ്ടയായ മനുഷ്യൻ മൂക്കിടിച്ച് താഴെ വീണു. അയ്യോ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ആ ബസിന്റെ ടയർ അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിപ്പോയി. സ്തോത്രം. വയറ് പൊട്ടി, കുടൽമാല വെളിയെ വന്ന് ചോര ചീറ്റി ചമ്മന്തി അരയുന്നത് പോലെ, ചട്നി അരയുന്നത് പോലെ ആ ബസ് സ്റ്റാൻഡിൽ സ്പോട്ടിൽ തീർന്നു. ഇത് കണ്ട രണ്ടാമത്തവന് മെന്റൽ ഷോക്ക് ഉണ്ടായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പൈത്യക്കാരനായി മാറി. കാരണം തൻ്റെ കൂടെ താൻ തോളിൽ കൈയിട്ട് അല്പ സെക്കൻഡുകൾക്ക് മുമ്പ് വരെ നടന്ന തൻ്റെ സ്നേഹിതൻ, തൻ്റെ നമ്പൻ, സ്തോത്രം, തൻ്റെ കൺമുമ്പിൽ വെച്ച് ബസ് വന്നിടിച്ച് ആമൻ അയ്യോ എന്ന് വിളിക്കുന്നതിന് മുമ്പ് മൂക്കിടിച്ച് വീണ് ആ ബസ് തൻ്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി, വയറ് പൊട്ടി, കുടൽമാല വെളിയെ ചാടി, ചോര ചീറ്റി ചതഞ്ഞരയുന്ന കാഴ്ച. രണ്ടാമത്തെ റൗഡിക്ക് മെന്റൽ ഷോക്ക് ഉണ്ടായി. അവൻ നിലത്ത് കിടന്ന് ഉരുളും, മണ്ണുവാരി തലയിലിടും, കുറെ നേരം ചിരിക്കും, പിന്നെ കിടന്ന് കരയും, അലറി വിളിക്കും, മുഴുപ്രാന്തനായി മാറി. സ്തോത്രം. ആമൻ. ഇത് കണ്ടതും
മൂന്നാമത്തെ റൗഡി കിലുകില വിറയ്ക്കാൻ തുടങ്ങി. അയാൾക്ക് മനസ്സിലായി, സ്തോത്രം, ആ ദൈവം വീണ് എന്നോട് ക്ഷമിക്കണം, ഞാൻ മരിച്ചു പോകും, എനിക്കായി പ്രാർത്ഥിക്കണമെന്ന് ഒരു കുഞ്ഞ് കരയുന്നത് പോലെ കരയാൻ തുടങ്ങി. ഈ ദൈവദാസൻ രക്ഷയുടെ സന്ദേശം അദ്ദേഹത്തിന് ചൊല്ലിക്കൊടുത്തു. അയാൾ പാപങ്ങൾ അറക്കയിട്ട് കരഞ്ഞ് യേശുവെ രക്ഷിതാവായി ഏറ്റുകൊണ്ടു. മൂന്നാമത്തെ റൗഡി ജ്ഞാനസ്നാനം എടുത്തു. ഇന്നേക്ക് ആന്ധ്രയിൽ അയാൾ ഒരു മിഷണറിയാ. ഞാൻ ഇതെന്തിനാ പറഞ്ഞെന്നറിയൂ? അഭിഷിക്തൻ കേസിന് പോയില്ല, വഴക്കിന് പോയില്ല. പക്ഷേ ആ ദൈവദാസന്റെ കണ്ണുകളിൽ ദുർമാർഗിക്ക് വരും പ്രതിഫലത്തെ കർത്തർ കാൺപിച്ചെങ്കിൽ ഉന്നതമാനവരിൽ മറവിലിരിക്കുക. ആമേൻ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, യഹോവേ, അതിന്റെ 9-ാമത് വാക്യം, യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. നമ്മൾ ഈ 91-ാം സംഗീതം തുടങ്ങുമ്പോൾ അതിൻ്റെ 2-ാമത് വാക്യത്തിൽ യഹോവേ നീ, ആമേൻ, എനിക്കത് ധ്യാനിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഒരു ദൈവ പൈതൽ എപ്പോഴും പറയണം, കർത്തർ എനിക്ക് സങ്കേതം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അവർക്ക് രോഗം വരുമ്പോഴും പറയണം, ഈ ദേവൻ എന്നോട് സങ്കേതമാ. പ്രശ്നം വരുമ്പോൾ പറയണം, ഈ ദേവൻ എനിക്ക് സങ്കേതമാ. എല്ലാമാണ്. അപ്പൊ ഞാന് ശ്യാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോട്, നമ്മുടെ ചർച്ചിലെ ഒരു മോനായിരുന്നു, അവനോട്, മോനെ നീ ബൈക്കുമായി തിരുവല്ല വരെ വരണം, നമുക്കവിടെ പോകണം, സമയം കുറച്ച് ലേറ്റാ, വേഗം എത്തണം എന്ന് പറഞ്ഞ് മോനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയപ്പോഴേക്കും ഈ മോൻ അവിടെ വന്നു, ബൈക്കുമായിട്ട് വന്നു. അപ്പം ഈ ബസ് കൂലിയൊക്കെ കൊടുത്തിട്ട് അന്ന് എൻ്റെ കയ്യിൽ ബാക്കി 20 രൂപയേ ഉള്ളൂ, സ്തോത്രം. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, മോനേടാ ബൈക്കിൽ പെട്രോൾ ഉണ്ടല്ലോ അല്ലേ, അച്ചാച്ചൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് അടിച്ചു തരാം. ബൈക്കിൽ പെട്രോൾ ഉണ്ടല്ലോ അല്ലേ, അച്ചാച്ചൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് അടിച്ചു തരാം. ആമേൻ. ബൈക്ക് കിടന്ന് മുക്കാൻ തുടങ്ങി, കിടന്ന് ചുമക്കുക. അപ്പം നമുക്ക് മനസ്സിലായി ഇത് തീരാറായി എന്നുള്ളത് മനസ്സിലായി. യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ച്, ആമേൻ. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരുമെങ്കിലും അന്നതൊരു ഭാരമായിരുന്നു, എങ്ങനെയെങ്കിലും അവിടെ എത്തണം. അപ്പോൾ ദൈവമക്കളെ, ഒരു കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ഒരു KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് ഹോൺ അടിച്ച് ഞങ്ങളുടെ പിൻപിൽ നിന്ന് കയറി വരിക. അപ്പോൾ ഇത് കൃത്യം ഈ ബസ് ഞങ്ങളെ ഓവർടേക്ക് ചെയ്തു. ഞങ്ങളുടെ ആ ഭാഗത്തെത്തിയപ്പോൾ അതിങ്ങനെ ബാക്കിൽ നിന്ന് വരുന്നു, ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പോവുക. അപ്പം കറക്റ്റ് ഞങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്ത് വന്നപ്പോൾ ഈ ബസ്സിൻ്റെ അകത്തുനിന്ന് കർമ്മേറുതി. അങ്ങനെ ഞങ്ങൾ ആ 50 രൂപ എടുത്ത് പിന്നെ കയ്യിലുണ്ടായിരുന്ന 20-നും കൂടെ ഞങ്ങൾ പെട്രോൾ അടിച്ചു. അന്ന് മീറ്റിങ്ങിന് പോയി പ്രസംഗിച്ചു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ദൈവമക്കളെ, ആരുടെ മുമ്പിലും അന്നും ഇന്നും, സ്തോത്രം, ഞങ്ങൾ ഇല്ലായ്മകൾ അങ്ങനെ പറയാറില്ല. ആമേൻ. ദൈവം ചെയ്ത ഉപകാരം സാക്ഷ്യമായിട്ടേ പറയാറുള്ളൂ. ഒരിക്കലും ഇല്ലെങ്കിൽ അത് പറയില്ല. ആമേൻ. ദൈവം ആ ഇല്ലായ്മയെ നിറയ്ക്കുന്ന സമയം വരും, അതുവരെ കാത്തിരിക്കും. നിറച്ചു കഴിയുമ്പോൾ സാക്ഷ്യം പറയും ചേർന്നത്. അപ്പം അതുകൊണ്ട് അവിടെയും ഞങ്ങൾ ഇങ്ങനെയാ വന്നതെന്നൊന്നും ഈ ബൈബിൾ ഉയർത്തിക്കൊണ്ടാ പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അന്ന് കൂട്ടം കഴിച്ച് നമ്പിക്കുള്ളവർ കൈയെ അടിച്ച് നന്ദിയാവിയാണവരെ യേശുവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതുകൊണ്ട് അവിടെ സംഗീതക്കാരൻ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, കർത്താവേ നീ എനിക്ക് സങ്കേതം. ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചേ, 9-ാമത് വചനം. எனக்கு அடைக்கலமாய் இருக்கிற உன்னதமான கர்த்தரை எனக்கு தாபரமாக கொண்டாய், ஆகையால் பொல்லாப்பு உனக்கு. ആമേൻ. എന്നൊക്കെ നമുക്ക് അതിന് അർത്ഥമെടുക്കാം. അപ്പൊ ബൈബിൾ പറയുക, ഉന്നതമാനവരിൻ മറവിൽ ഇരിക്കുന്നവന് എന്നെ വരാതെ, പൊല്ലാപ്പ് വരാതെ, സ്തോത്രം, കുരുക്കുകൾ വരാതെ. ഇപ്പൊ ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ഓക്കെ, നമ്മൾ വളരെ പെർഫെക്റ്റായി ഇരിക്കാമെന്ന് വിചാരിക്കാം. ആമേൻ. ഇപ്പം ഉദാഹരണം, ഒരു വണ്ടി ഓടിച്ച് തന്നെ നമ്മൾ പോകുക. ദൈവമക്കളെ, നമ്മൾ പെർഫെക്റ്റായി ഓടിച്ചാലും എതിരേന്ന് ഒരുത്തൻ വന്ന് കയറിയാലും തീർന്നില്ലേ? നമ്മൾ പെർഫെക്റ്റാ, ഒരുത്തൻ ഇങ്ങോട്ട് വന്ന് കയറിയ പോയില്ലേ? സ്തോത്രം, ആമേൻ. അപ്പോൾ ഇങ്ങനെയും ഈ നമ്മളെ മാത്രമല്ല, നമ്മൾ പോകുന്ന വഴിയിൽ എതിരേ വരുന്നവരെയും സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം.
അതുകൊണ്ടല്ലേ നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നേ. കരമേർത്തെ കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, പൊല്ലാപ്പ് ഏത് വിധത്തിലും വരാം. ഞാൻ റൈറ്റായി ഇരുന്നാൽ ആമേൻ പൊല്ലാപ്പ് വരില്ല എന്നാരും വിചാരിക്കണ്ട. ഏത് വിധത്തിലും നമ്മൾ എത്ര നന്നായിരുന്നാലും പിശാചിനാലും പൊല്ലാപ്പുകൾ വരും. ആനാ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഉന്നതമാനവരിൻ മറവിൽ ഞാൻ നിന്നതല്ല, നിങ്ങളെപ്പോലെ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ കർത്തർ നിർത്തിയത് മാത്രമാ. മരണം വരെയും നിൽക്കുവാൻ കൃപയ്ക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുക. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഉന്നതമാനവരിൻ മറവിലിരുന്ന പൊല്ലാപ്പ് നേരിടാതെ, ഞാൻ ഇത് പറയുമ്പോൾ നമ്മൾ അതിന് പ്രാർത്ഥനയ്ക്കൊക്കെ കുറച്ച് വില കൊടുത്താലേ നടക്കത്തുള്ളൂ. എനിക്ക് പരിചയമുള്ള വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു സിബി അതുപോലെ സിൽവി എന്ന് പറയുന്ന ദമ്പതി കുടുംബം. അവർ ഇടുക്കി നെടുങ്കണ്ടത്താണ് ദൈവമക്കളെ അവർ താമസിക്കുന്നത്. ഹൈ റേഞ്ചിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവര് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. ഈ സംഭവം നടക്കുന്ന ആ ദിവസം ഇവർക്കൊരു മോനുണ്ട്. അവൻ ക്രിക്കറ്റ് കളിക്കാനായിട്ടൊക്കെ പോയി. സ്കൂള് വിട്ട് വന്നിട്ട് എന്തോ ക്രിക്കറ്റ് കളിക്കാൻ പോയി. കുറേ സമയം ക്രിക്കറ്റൊക്കെ കളിച്ച് പിന്നീട് പുള്ളി വൈകുന്നേരമായപ്പോൾ വീട്ടിൽ വന്നു. ക്ഷീണം തോന്നിയപ്പോൾ വെറുതെ കട്ടിലയിലൊന്ന് കിടന്നു അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പൊ ഈ സിൽവി ആൻറ്റി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെ പണിയൊക്കെ ഒതുക്കി പ്രാർത്ഥിക്കാൻ പായിലിരിക്കും. ആൻറ്റി, അച്ചായൻ, ഈ 2 പിള്ളേരും. പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഇവരെ അത്താഴം വരെ കഴിക്കത്തുള്ളൂ. സ്തോത്രം. എന്നിട്ടാണ് ഇവർ ഉറങ്ങത്തുള്ളൂ. അപ്പൊ പിള്ളേരെ പ്രാർത്ഥിപ്പിക്കാതെ ഉറക്കത്തില്ല ആൻറ്റി. പ്രിയ ദൈവമക്കളെ, അപ്പൊ ഈ ആൻറ്റി വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കിരിക്കുന്ന പോലെ വൈകുന്നേരം 8 മണിക്ക് പ്രാർത്ഥന പായിൽ വന്ന് ഇരിക്കുക. അപ്പോൾ അച്ചായൻ വന്നു, മോള് വന്നു. നോക്കിയപ്പോ ചെറുക്കനെ കാണുന്നില്ല. എടാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അപ്പൊ അന്നേരം അച്ചായൻ പറഞ്ഞു, സിൽവി, അവൻ പന്ത് കളിച്ചേച്ച് വന്ന ക്ഷീണം കൊണ്ടാന്ന് തോന്നണു, കൊച്ചങ്ങ് ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ തൂങ്ങിയിരിക്കും, എന്തായാലും തൂങ്ങിയാണെങ്കിലും വന്നിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഇടുക്കിയിൽ ആ രാത്രി ചുഴലിക്കൊടുങ്കാറ്റുണ്ടാകുന്നത്. ആ 8 മണി സമയം വലിയൊരു ചുഴലിക്കാറ്റടിച്ചു. ഇവരുടെ കല്ല് വന്ന് പതിച്ച് കട്ടില് തകർന്ന് ആ കല്ല് തറയിൽ പതിഞ്ഞിരുന്നപ്പോ ഇന്നിനി പ്രാർത്ഥിക്കേണ്ട, അവൻ കിടക്കട്ടെ എന്ന് കരുതിയിരുന്നെങ്കിൽ ആ കൊച്ചൊന്ന് ലോകത്ത് കാണത്തില്ല. അതുകൊണ്ടാ പറയുന്നേ, ഉന്നത കണ്ടത്ത് കൂട്ടത്തിന് പോയിരുന്നു കഴിഞ്ഞ മാസം കൂടി. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. ഇപ്പൊ ഞാനിതെന്തിനാ ആ കുഞ്ഞിനെയൊക്കെ കണ്ടു. അവൻ കുറച്ചും കൂടെ വളർന്നു. ഇപ്പൊ ആ ആൻറ്റി കർത്താവ് അനുവദിച്ചാൽ ഇസ്രായേലിലേക്ക് പോകാൻ അവരൊരുങ്ങി നിൽക്കുക. അവൻ ആ കുടുംബത്തെ ദൈവം ആശീർവദിക്കുകയും ചെയ്തു. അത് ഇന്ന് ഞാൻ താമസിച്ച പ്രിയ ശിംഷോൻ ബ്രദർ ആമൻ പോലെ തന്നെ ഒരു അനുഭവം അവിടെ നിന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഇവരിങ്ങനെ ഒരു ചായ്പിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ കോടിച്ചു വെച്ചിരിക്കുന്ന ഒരു വീട്, അതിലെ ഓട് ഇടിഞ്ഞ് ഒരു 3-4 എണ്ണം. നിന്നോട് അടുക്കത്തില്ല, കർത്തർ ഉന്നെ പാതുകാക്കും. നമ്പിക്കുള്ളവർ കൈയടിച്ചു ദേവനുക്ക് ആൽക്ക ഭ്രമണബലം. ജപത്തുക്ക് വില കൊടുക്ക്, ആരാധനയ്ക്ക് വില കൊടുക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ ചേർന്ന് ഹല്ലേലൂയ പറയും. അതുകൊണ്ട് ഇതൊക്കെ പച്ചയ്ക്ക് സത്യങ്ങളാ. അതുകൊണ്ട് എൻ്റെ യൗവനക്കാരായ മക്കളെ, ആമേൻ, സ്തോത്ര, കൊച്ചുമക്കളെ, അപ്പ അമ്മ ജപിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മടി കാണിക്കരുത്. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറയുക, ഒരു വിരൽ നിങ്ങളെ ചൂണ്ടിയാൽ 3 എണ്ണം എന്നോട്, എന്നെ കൂടെ ഉൾപ്പെടുത്തി പറയുക. നമുക്ക് എത്ര തിരക്കാണെങ്കിലും നമ്മുടെ മക്കളെ ഇരുത്തി പ്രാർത്ഥിക്കാം. സ്തോത്രം. ആമേൻ. എൻ്റെ മമ്മി അന്ന് ഞങ്ങൾ യാക്കോബയിലായിരുന്നെങ്കിൽ പോലും ആമേൻ പ്രാർത്ഥിക്കാതെ ചോറ് തരില്ലായിരുന്നു. സ്തോത്രം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അന്ന് അത്താഴമില്ല. നമ്മുടെ ഇവിടെ പള്ളിയിലും സൺഡേ സ്കൂളിലും പോയില്ലെങ്കിൽ ആമേൻ എന്നും ഞായറാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ വീട്ടിൽ മേടിക്കും. പള്ളി പോവാത്തവൻ അത് തരത്തില്ല. ഉനക്ക് നേരിടാതെ കൺട്രോൾ തെറ്റി സ്പീഡ് പുള്ളി എടുത്തൊരു ചാട്ടം ചാടി, പുള്ളി രക്ഷപ്പെട്ടു. ഞാനിങ്ങനെ വട്ടം ഇരിക്കുക. കർത്താവ് അന്ന് സൗഖ്യമാക്കുകയും സന്തോഷത്തോടു കൂടി ആമേൻ ഞങ്ങൾ വീണ്ടും നോട്ടീസ് കൊടുത്ത് ആ കൺവെൻഷൻ കൂട്ടത്തിൽ ദൈവത്തെ ഉയർത്തിയത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത്രയും ഉയരെ എന്ന് വന്ന് തലയിടിച്ചപ്പോഴും എന്നെ താങ്ങി അപ്പിലെല്ലാം ഉന്നെ കാക്കുംപടി അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കട്ടളയിടും. 12ാമത് വാക്യം, നിന്റെ കാൽ കല്ലിൽ
തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ത്തിന്റെ വായ അടച്ചെന്ന് പറഞ്ഞാൽ പൊട്ടക്കഥയാണെന്ന് ചിന്തിക്കണം. വിശ്വസിക്കുന്നവൻ ഇത് ദൈവശക്തിയാണ്, ഇത് പൊട്ടക്കഥയല്ല. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നെല്ലിക്കാമൺ ചർച്ചിന്റെ റാന്നിയിലെ നെല്ലിക്കാമൺ IPC ചർച്ചാന്ന് തോന്നുന്നു, അതെ, അതിൻ്റെ വാദി ഇതങ്ങ് നിറഞ്ഞു. ഈ പ്രവൃത്തികൾ അതിൻ്റെ 8-ാം അധികാരം. ആമേൻ. അവനവനെ സ്നാനം കഴിപ്പിച്ചു. അവർ ജ്ഞാനസ്നാനം നടക്കുന്ന കടവിൽ നിന്ന് കർത്തരുടെ ആവിയാണവർ ഫിലിപ്പയെ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ വിട്ടത്. സഹോദരങ്ങളാകട്ടെ, മുസ്ലിം സ്നേഹിതരാകട്ടെ, ബുദ്ധിസ്റ്റുകളാകട്ടെ, സിഖ് മതക്കാരാകട്ടെ കാണരുത്. ചേർന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. യഥാർത്ഥ ഭക്തി യഹോവ ഭക്തിയാണ്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എടുക്കുന്ന സകല ഡോക്ടറേറ്റ് ബിരുദത്തെക്കാളും കർത്തർക്ക് ക്രിയ ചെയ്യാൻ മുടിയും. നമ്പിക്കുള്ളവർ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, തത്കൊല ചെയ്ത് തീരും. തത്കൊല ചെയ്ത് തീരും. അവിടെയാണ് വെற்றி. അതുകൊണ്ട് കഷ്ടമില്ലാത്ത വാഴ്ക്കയല്ല ക്രിസ്തീയ വാഴ്ക്ക. അതിൽ കഷ്ടങ്ങളും പാടുകളും തുമ്പങ്ങളും ഉണ്ട്. ഇരുന്നാലും ആമൻ, ഈ പാടുകളെല്ലാം ഏറ്റ് അതിന്മേൽ ജയമെടുത്തവൻ നമ്മോട് കൂടെയാ. കരമേർത്തെ കർത്താവൻ. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറയുന്നത്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. കഷ്ടത്തിൻ മധ്യത്തിൽ വിടുവിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു നല്ല ദൈവമുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമൻ, കാട്ടാക്കടയിൽ നമ്മുടെ ഈ ഹോളി ലാൻഡ് TVയുടെ തന്നെ ആമൻ സ്തോത്രം ദൈവദാസനായിരിക്കുന്ന പാസ്റ്റർ ജോസിന്റെ ചർച്ചിൽ, അവിടെ കൃപാകുന്ന്, അവിടെ കൃപാസന ചർച്ചിൽ ദൈവദാസനാണ് അദ്ദേഹം. അപ്പോൾ കൃപാകുന്നില് ഇതുപോലെ ഞാൻ മീറ്റിങ്ങിൽ പ്രസംഗിക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ആ മീറ്റിങ്ങിൽ എൻ്റെ അടുത്ത് അന്നൊരു പാസ്റ്റർ വന്നിരുന്നു. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞില്ലേ, എൻ്റെ ഒരു അനുഭവം കൂടെ പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറയാൻ പറഞ്ഞു. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പാസ്റ്ററെ, എനിക്ക് ഒരു മകനുണ്ട്. സ്തോത്രം. അവൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ കാലിൽ ആണി കയറി പഴുപ്പ് തലച്ചോറിൽ വരെ പാസ്സായി. അത് ടെറ്റ്നസ് എന്ന് പറയുന്ന രോഗമായി മാറി. പാസ്റ്ററെ, ആമൻ, ഇങ്ങനെ പഴുപ്പ് കയറി അവസാനം മെഡിക്കൽ കോളേജിൽ വരെ കൊണ്ടുപോകേണ്ടി വന്നു. അവിടെ 3 ദിവസം രാവും പകലും മരുന്ന് കയറ്റിക്കൊണ്ടിരുന്നു. പക്ഷെ അവൻ്റെ ഓർമ്മ കൂടി നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. അനക്കമില്ലാതെയായി. അങ്ങനെ അവനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഏതാണ്ട് 13 ദിവസത്തോളമോ മറ്റോ അവനെ വെന്റിലേറ്ററിൽ തന്നെ ഇട്ടു. ആമൻ. 13-ാമത്തെ ദിവസമായപ്പോൾ ആമൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൊച്ച് മരിച്ചു കഴിഞ്ഞു. 2 വാരമായല്ലോ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുന്നത്. അവൻ്റെ ബ്രെയിനിലൊന്നും ഒരനക്കവുമില്ല. ഈ ആമൻ വെന്റിലേറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഹാർട്ട് ബീറ്റ് ഉള്ളത്. ഇത് ഊരിയാൽ അതും തീർന്നു. അവൻ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആമൻ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ കർത്തൃദാസൻ ഡോക്ടറിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആമൻ, ഇന്ന് ഒരു രാത്രി കൂടെ വെന്റിലേറ്ററിൽ എൻ്റെ കൊച്ചിനെ ഇട്ടേക്കാമോ? സമയമുണ്ട്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവനല്ലേ ദൈവം? എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ എന്ന് ചോദിച്ച് 60 പാസ്റ്റേഴ്സിന് ആമൻ മെസ്സേജ് കൈമാറി. ആ ദൈവദാസൻ പറഞ്ഞത്, ഹൈന്ദവനായ ഇന്നേക്ക് ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പറയുമ്പോൾ ആ കൊച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഹല്ലേലൂയ. യേശുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. മകത്വം കൊടുക്കും ദൈവം. യേശുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. മകത്വം കൊടുക്കും ദൈവമക്കളെ. കർത്തരെ നമ്പുന്നവന് കഷ്ടം വന്നാലും, മക്കളെ, കർത്തരെ നമ്പുന്നവന് കഷ്ടം വന്നാലും ദീർഘായുസ് കൊടുക്കും. ദീർഘായുസ് കൊടുക്കും. 100-ാം വയസ്സിലാണ് അബ്രഹാമിന് മകൻ ഉണ്ടായതെങ്കിലും അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. യേശുവെ അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. യേശുവെ നമ്പുന്നവൻ വെക്കപ്പെട്ടു പോകല്ലേ. ഞാൻ കടൈസിയായി ഈ കാര്യം കൂടെ പറഞ്ഞ് നിർത്തട്ടെ. എന്നെ കേൾക്കുന്ന ആശുപത്രിയിൽ മരണശയ്യയിൽ ആമേൻ ഈ ദൈവദാസനെ ഇയാളെ കാണാൻ ചെന്നു. ഡോക്ടർമാർ പറഞ്ഞു രക്ഷയില്ല എന്ന്. ആമേൻ. ഈ കർത്തൃദാസൻ സങ്കടത്തോടെ ആശുപത്രി വിട്ട് കണ്ണ് തള്ളി മുഴിച്ചാൻ കാണുന്നു. ദൂതന്മാർ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പാടുന്നു. യേശു തൻ്റെ ദൂതരോടെ എന്നെ ചേർപ്പാൻ ഇറങ്ങി വരുന്നു. ഓ, ഇത്രയുള്ളോ മരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്
കൊച്ചു കുഞ്ഞുപദേശി പോയത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു, ദൂതന്മാർ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പാടുന്നു, യേശു തൻ്റെ ദൂതരോടെ എന്നെ ചേർപ്പാൻ ഇറങ്ങി വരുന്നു, ഇത്രയുള്ളൂ മരണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. അപ്പോസ്തല നടപടികൾ 7-ാം അധികാരം അതിനുടെ 55-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സ്തേഫാനോസോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോ രണ്ടുപേരുടെ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഒന്ന്, ദൈവമില്ലെന്ന് കടൈസി വരെ വാദിച്ച തത്വചിന്തകൻ. ആ മനുഷ്യൻ മരിച്ചപ്പോൾ അയ്യോ എന്റെ ശരീരം തീയിലെരിയുന്നേ എന്ന് പറഞ്ഞ് അയ്യം വിളിച്ചാണ് പോയതെങ്കിൽ, ഒരായത് മുഴുവൻ യേശുവിൽ നമ്പിക്ക വെച്ച് വചനത്തിക്ക് കീഴ്പ്പെട്ട് ഉന്നതമാനവരിൻ മറവിലിരുന്ന കൊച്ചു കുഞ്ഞു ഉപദേശം മരിക്കുമ്പോ ഓ ഇത്രയുള്ളോ മരണം എന്ന് പറഞ്ഞാ പോയത്. ഒന്നുകൂടെ പറയുന്നു, യേശുവില്ലാത്തവന് മരണം അയ്യം വിളിയായിരുന്നു, യേശു ഉള്ളവന് മരണം ഒരു ജയവിളിയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്തർ പറഞ്ഞില്ലേ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടുന്നത്, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ ഇനി തെല്ലും ഭയമന്യ മൃത്യുവിനെ ഞങ്ങൾ വെല്ലു വിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേ യേശു കർത്താവു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് പാടാം. അതുകൊണ്ട് ഈ വചനം പറഞ്ഞ് ഞാൻ നിർത്തുകയാ. സ്തോത്രം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ഈ 3 നാൾക്കളിൽ വചനം കേട്ട ദൈവമക്കളെ, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിടും, നമ്മുടെ നിത്യ വീട്ടിൽ നമ്മൾ എത്തും. നമ്മളെ രക്ഷിക്കാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. കാൽവറിയുടെ കൊലക്കളത്തിൽ അവസാന തുള്ളി ചോര വരെ മൂറ്റിത്തന്ന് മരിച്ചത് അവൻ മരിച്ചുക മാത്രമാണ് ചെയ്തതെങ്കിൽ, അതായത് അരിസ്റ്റോട്ടിലും സോക്രട്ടീസും പ്ലേറ്റോയും അലക്സാണ്ടർ ചക്രവർത്തിയും കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചിരുന്ന മഹാരഥന്മാരും മരിച്ച പോലെ, നമ്മുടെ ഇന്ത്യ ആമൻ ഒരു കാലത്ത് ലീഡ് ചെയ്തിരുന്ന മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവർ മരിച്ചതുപോലെ യേശു മരിച്ചു തീർന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്ന് രാത്രി ഇത് പറയില്ല. എന്നാൽ എല്ലാവരും മരിച്ചു. ആ കല്ലറകൾ ഇന്ന് മടഞ്ഞു കിടക്കുമ്പോൾ യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം മരണത്തെ ജയിച്ചു. അവൻ ഇന്നും ഉയർത്തു, അവൻ ഇന്ന് ജീവിക്കുന്നു. അവനെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. അവസാനിപ്പിക്കുന്നു. നമുക്ക് ആ പാടൽ കരമടിച്ച് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും കരമടിച്ചുകൊണ്ട് യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ജീവിക്കും ആയതിന ഞാനും എന്നേക്കും ജീവിക്കയാ. ജീവിക്കും ആയതിന ഞാനും എന്നേക്കും ജീവിക്കയാ. ഒരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ ശുഭത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഘോരതരാവിഷമല്ലു തകർത്തതാകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷമല്ലു തകർത്തതാകയാ. ഇനി തെല്ലും ഭയമന്യ മൃത്യുവിനെ നമ്മൾ വെല്ലു വിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, ഓ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസമേശുവിൻ മുന്നിൽ മഹത്വത്തില. മഞ്ഞിലല്ലേ നിത്യവാസമേശുവിൻ
മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണിൽ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കും. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്. ഹല്ലേലൂയ, ജയം ഓ യേശു കർത്താവ്. എല്ലാ ഉള്ളങ്ങളെ തുറന്ന് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്. ഇന്ന് രാത്രി യേശു ജീവിക്കുന്നു. ജയം ഹല്ലേലൂയ, യേശു കർത്താവ്. തന്നിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും വെക്കപ്പെടുകയില്ല. യേശുവെ നമ്പുന്നവന് രക്ഷിപ്പുണ്ടാകും, നിത്യജീവൻ ഉണ്ടാകും. ഇന്ന് രാത്രി ആ നല്ല ദൈവത്തെ ആവി നിറവോടെ അഭിഷേക വല്ലഭയോടെ ആവിൽ ആരാധിക്കാം. മരണത്തെ ജയിച്ച നല്ല ദൈവത്തെ ഇന്ന് രാത്രി ആത്മനിറവിൽ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങ് മരണത്തെ ജയിച്ചുവല്ലോ. ഈ രാത്രി ഞങ്ങളെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളെ ചേർപ്പാൻ വീണ്ടും വരുന്നല്ലോ. ഇന്ന് രാത്രി ഞങ്ങളെ ആരാധിക്കുന്നപ്പോ ഞങ്ങൾ മരിച്ചാലും ഞങ്ങളെ ഉയർപ്പിച്ച് അങ്ങയുടെ രാജ്യത്തിലിരുത്താൻ അങ്ങെന്ന് ജീവിക്കുന്നതിനാൽ അപ്പോ അങ്ങേക്ക് സ്തോത്രം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ നല്ല യേശുവെ ഉള്ള തുറന്ന് ആരാധിക്കണം. ഈ നല്ല ദൈവത്തിന് നമുക്ക് ഉള്ള തുറന്ന് മഹിമയെ കൊടുക്കണം, മഹിമയെ കൊടുക്കണം. ഹല്ലേലൂയ. We thank you, Jesus. Hallelujah. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പിതാവേ, പുത്രനായ യേശുവേ, ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നതിന് അങ്ങേക്ക് നന്ദി പിതാവേ. ഞങ്ങളെ ചേർപ്പാൻ വേഗം വരുന്നതിനാൽ യേശുവേ അങ്ങേക്ക് നന്ദി. അപ്പോ ഹല്ലേലൂയ, നന്ദിയപ്പാ, നന്ദിയപ്പാ, നന്ദിയോടെ ആരാധിക്കുന്നപ്പാ, നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഞങ്ങൾക്ക് ഇவ்வളവിൽ രക്ഷയുടെ വഴി തന്നതിന്, ആമൻ അവസാന തുള്ളിച്ചോര വരെയും ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ഊറ്റി തന്നതിന്, ഞങ്ങൾക്ക് ദീർഘായുസ് തരാൻ, ഞങ്ങൾക്ക് രക്ഷ തരാൻ, ഞങ്ങൾക്ക് രക്ഷ തരാൻ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കാൻ, ഞങ്ങൾക്ക് ദൂതരുടെ പാതുകാപ്പ് തരാൻ, ഞങ്ങൾക്ക് അനുഗ്രഹം തരാൻ, ഞങ്ങൾക്ക് നിത്യജീവൻ തരാൻ, പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളാൻ പുത്രനെ നൽകിയതിന് നന്ദി പിതാവേ. നമ്മുടെ രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പാടാൻ കഴിയുമോ? ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്